നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ചൽ ഒഴുകുപാറയ്ക്കലിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയ കാറിലുണ്ടായിരുന്ന മൃതദേഹം തിരിച്ചറിഞ്ഞു. 50 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് തീപിടിച്ച് പൂർണ്ണമായും കത്തി നശിച്ച കാറിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആയൂർ ഒഴുകുപാറയ്ക്കൽ പടിഞ്ഞാറ്റിൻകര പുത്തൻ വീട്ടിൽ റോബിൻ മാത്യുവിന്റെ മകൻ ലനീഷ് റോബിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. IT കമ്പനി ഉദ്യോഗസ്ഥനാണ്. അവധി കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടം. ലനീഷ് ധരിച്ചിരുന്ന മാലയും വാഹനത്തിന്റെ പഞ്ചിംഗ് നമ്പർ പ്ലേറ്റുമാണ് ആളെ തിരിച്ചറിയാൻ സഹായിച്ചത്. MC റോഡിൽ വൈക്കലിൽ നിന്നുള്ള റോഡിൽ പഴയ ബെവറേജ് ഷോപ്പിന് സമീപമായിരുന്നു അപകടം. റോഡിന്റെ വശത്ത് 50 അടിയോളം താഴ്ചയിൽ ചെങ്കുത്തായ ഭാഗത്തെ റബ്ബർ തോട്ടത്തിലേക്കാണ് കാർ മറിഞ്ഞത്. അപകടം നടന്ന ഭാഗം വിജനമായതിനാൽ വിവരം ആരും അറിഞ്ഞില്ല. രാവിലെ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്താനെത്തിയ തൊഴിലാളികളാണ് അപകട വിവരം മറ്റുള്ളവരെയും പോലീസിനെയും അറിയിച്ചത്. പൂർണ്ണമായും കത്തിയ കാറിൽ പിൻവശത്തെ ചില്ല് തകർത്ത് പകുതി പുറത്തു വന്ന നിലയിലായിരുന്നു മൃതദേഹം. സിനിമയ്ക്ക് പോകുന്നതിനായി വീട്ടുകാരോട് പറഞ്ഞ ശേഷമായിരുന്നു വീട്ടിൽ നിന്ന് പോയത്. രാത്രി 10:30 വരെ വാട്സാപ്പ് സന്ദേശങ്ങൾക്ക് മറുപടി ലഭിച്ചിരുന്നെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. രാവിലെയും ലനീഷ് വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനുശേഷമായിരുന്നു ബന്ധുക്കൾ അപകട വിവരം അറിഞ്ഞത്. കൊച്ചിയിലെ IT കമ്പനിയിൽ HR മാനേജറായി ജോലി ചെയ്യുന്ന ലനീഷ് ക്രിസ്മസ് ആഘോഷിക്കാൻ ഡിസംബർ 2-നായിരുന്നു കുടുംബത്തോടൊപ്പം നാട്ടിലെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും പോലീസ് പറഞ്ഞു. രാവിലെ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്താനെത്തിയ തൊഴിലാളികളാണ് വൈക്കലിൽ റോഡിൽ വശത്ത് 50 അടിയോളം താഴ്ചയിൽ ചെങ്കുത്തായ ഭാഗത്തെ റബ്ബർ തോട്ടത്തിലേക്ക് മറിഞ്ഞു കിടക്കുന്ന കാർ ആദ്യമായി കണ്ടത്. തുടർന്ന് അപകട വിവരം മറ്റുള്ളവരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. പൂർണ്ണമായും കത്തിയ കാറിൽ പിൻവശത്തെ ചില്ല് തകർത്ത് പകുതി പുറത്തു വന്ന നിലയിലായിരുന്നു മൃതദേഹം. ലനീഷ് ധരിച്ചിരുന്ന മാലയും വാഹനത്തിന്റെ പഞ്ചിംഗ് നമ്പർ പ്ലേറ്റുമാണ് മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ സഹായകമായത്. സിനിമയ്ക്ക് പോയ ലനീഷ് രാവിലെയായിട്ട് വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രാത്രി 10:30 വരെ വാട്സാപ്പ് സന്ദേശങ്ങൾക്ക് മറുപടി ലഭിച്ചിരുന്നെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. ശേഷം നടത്തിയ പരിശോധനയിലാണ് ബന്ധുക്കൾ അപകട വിവരം അറിയുന്നത്. അപകട മരണമാണെന്നാണ് പ്രാഥമിക നിഗമനം. സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭർത്താവിനെ കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിനിടയിൽ റോഡിൽ നിന്നും 50 അടി താഴ്ചയിലേക്ക് ഒരു വാഹനം മറിഞ്ഞ് കത്തിയ നിലയിൽ ടാപ്പിംഗ് തൊഴിലാളി കാണുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹമാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് ചടയമംഗലം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കത്തിക്കരിഞ്ഞ കാറിലെ മൃതദേഹം കാണുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ മരണപ്പെട്ടത് ലനീഷ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ലനീഷ് എറണാകുളം ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ്. 38 വയസ്സായിരുന്നു. 6 വയസ്സുകാരിയായ ഒരു മകളുമുണ്ട്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ലനീഷിന്റെ മൃതദേഹം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. ചടയമംഗലം പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.